നമ്മൾ ഈ വെക്കേഷനൊക്കെ വരുന്ന സമയത്താണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഈ ടൂറിനും കാര്യങ്ങൾക്കൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ ഈ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ പല 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 സ്ഥലങ്ങളും കാണാനും ഒക്കെ നോക്കും. അപ്പം നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധ പതിയാത്തൊരു സാഹചര്യം ഉണ്ടല്ലേ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഒരു ഹിഡൻ സ്പോട്ടുണ്ട്, ഇടുക്കിയിലാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത്. സഞ്ചാരികൾ അധികം ആരും അറിയാതെ പോയ രാജാക്കാട് പഞ്ചായത്തിലെ കള്ളിമാലി വ്യൂ പോയിന്റ്. അത് കാഴ്ചയുടെ ഒരു പറുദീസയാണ്. കാണാം. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നാണ് കള്ളിമാലി വ്യൂ പോയിന്റ്. പൊന്മുടി ജലാശയവും മുളം കാടുകളും പച്ചത്തുരുത്തുകളും മലനിരകളും അസ്തമയ സൂര്യന്റെ കാഴ്ചകളുമൊക്കെ കള്ളിമാലിയെ വേറിട്ടതാക്കുന്നു. മലനിരകൾക്കിടയിൽ ചുറ്റപ്പെട്ട പൊന്മുടി ജലാശയത്തിനുള്ളിൽ ചെറുതുരുത്തുകൾ, അവയ്ക്ക് ചുറ്റും ഓളങ്ങളെ വകഞ്ഞുമാറ്റി മത്സ്യബന്ധനം നടത്തുന്ന ഗ്രാമീണർ. ഈ കാഴ്ചകളെല്ലാം മനം മയക്കും. ഉടുമ്പൻചോല താലൂക്ക്, ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിലെ രാജാക്കാട് പഞ്ചായത്തിൽ അതിൽ കള്ളിമാലി എന്ന് പറയുന്ന പ്രദേശമാണ് ഇത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, പന്നിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായ പൊന്മുടി ഡാമിൻ്റെ റിസോർവാണ് ഈ കാണുന്നത്. ഇതിപ്പം മഴക്കാലത്ത് വെള്ളം വറ്റിക്കിടക്കുന്നതുകൊണ്ടാണ് കുറച്ച് വെള്ളം. ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശം ഏറ്റവും നല്ല വ്യൂ പോയിൻ്റാണ്. ആരെയും ആകർഷിക്കുന്ന ഈ പ്രകൃതി ഭംഗി പക്ഷെ സഞ്ചാരികൾക്ക് ഇപ്പോഴും കാണാമറയത്താണ്. കള്ളിമാലിയോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയാണ് ഇതിന് കാരണം. ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ പ്രകൃതി കനിഞ്ഞു തന്നിട്ടും ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ പ്രാദേശിക ഭരണകൂടമോ ഇല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ തയ്യാറായിട്ടില്ല. മൂന്നാറിൽ നിന്നും ആനച്ചാൽ വഴി 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ദൃശ്യഭംഗി ആസ്വദിക്കാൻ സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറിയേക്കും. ഈ പ്രദേശത്തെ നല്ല ടൂറിസം സാധ്യതയുള്ള ഈ മേഖല അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഈ പ്രദേശത്തെ ആളുകളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ നാട്ടുകാരൻ്റെ നിലയ്ക്ക് നമുക്കും പറയാനുള്ളത്. വളരെ ലാഭകരമായ രീതിയിൽ ചെയ്യാവുന്ന ഒത്തിരി പദ്ധതികളുണ്ട്, അതൊക്കെ ചെയ്യാവുന്നതാണ്, ചെയ്തിട്ടില്ല. കള്ളിമാലിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടും സിഡ്കോ അവ പൂർത്തിയാക്കിയില്ലെന്നാണ് പരാതി. DDPCയോ വിനോദസഞ്ചാര വകുപ്പോ കള്ളിമാലിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി എത്രയും വേഗം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.